ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ AI സബ്മിറ്റിന് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരുപാട് അഭിമാനമുണ്ട്. 10 വർഷം മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നുവെന്നും ഇന്ന് ഇന്ത്യയിലുണ്ടായ മാറ്റം എന്തായിരുന്നുവെന്നുമൊക്കെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് അഭിമാനം തോന്നി. കാരണം ഇന്ത്യ ഇന്ന് ഒരു ഡിജിറ്റൽ പവറായിട്ട് മാറിക്കഴിഞ്ഞു. AI ടെക്നോളജിയിൽ ഗ്ലോബൽ സൗത്തിൽ നിന്നുള്ള ഏറ്റവും ശക്തമായ രാജ്യമായിട്ടും ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഗ്ലോബൽ സൗത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് AI സബ്മിറ്റ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ നടക്കുന്നത്. ഇന്ത്യയാണ് ആദ്യമായിട്ട് ആതിഥേയത്വം വഹിക്കുന്നത്. 2023 UK ഈ AI സബ്മിറ്റ് ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് സൗത്ത് കൊറിയയിൽ AI സബ്മിറ്റ് 2024 നടന്നു. 2025 AI സബ്മിറ്റ് ഫ്രാൻസിലാണ് നടന്നത്. ഇന്ത്യയും ഫ്രാൻസും ചെയർ ഷെയർ ചെയ്തു. കോ ചെയർ ആയിട്ട് ഇന്ത്യയും ഉണ്ടായിരുന്നു. ഇപ്പൊ 2026 ഇന്ത്യ നടക്കാണ്. ബ്രസീൽ പ്രസിഡന്റ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, അതുപോലെ തന്നെ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സ്പെയിനിന്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട്, നെതർലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡിന്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട്, ഫിൻലാൻഡ് പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ട്, ക്രൊയേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ട്, സെർബിയയുടെ പ്രസിഡന്റ് വന്നിട്ടുണ്ട്, എസ്റ്റോണിയയുടെ പ്രസിഡന്റ് വന്നിട്ടുണ്ട്, ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ വന്നിട്ടുണ്ട്, ഗയാനയുടെ വൈസ് പ്രസിഡന്റ് വന്നിട്ടുണ്ട്, UAEയുടെ ക്രൗൺ പ്രിൻസ് വന്നിട്ടുണ്ട്, ശ്രീലങ്കയുടെ പ്രസിഡന്റ് ഉണ്ട്, ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, മൗറീഷ്യസിന്റെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, കസാക്കിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. നിരവധി രാജ്യങ്ങളുടെ രാഷ്ട്രതലവന്മാർ. ഇവിടെ അമേരിക്കയും അതുപോലെ തന്നെ ചൈനയും റഷ്യയും ഇല്ല. അവരുടെ ഭരണത്തലവന്മാരില്ല, പ്രതിനിധികൾ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പ്രധാനപ്പെട്ട ആരും ഇപ്പോൾ ഷി ജിൻപിങ്ങോ അല്ലെങ്കിൽ ചൈനീസ് പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ സെർജി ലാവ്റോവ് റഷ്യയുടെ വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റോ അവരുടെ സ്റ്റേറ്റ് സെക്രട്ടറിയോ ഒന്നും തന്നെ ഇതിലില്ല. വൈസ് പ്രസിഡന്റും ഇല്ല. പക്ഷേ ഈ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇല്ലാതിരുന്നിട്ടും ഒരു ഗ്ലോബൽ സബ്മിറ്റ്, ഒരു AI സബ്മിറ്റ് ഇന്ത്യയിൽ വിജയകരമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നു എന്നതൊരു ചെറിയ കാര്യമല്ല. ഒരു 10 വർഷം മുമ്പ് ഇങ്ങനെ ഒന്നും നടക്കുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. ഇന്ത്യയുമായിട്ട് ഇങ്ങനെ ലോകരാജ്യങ്ങൾ സഹകരിക്കാനുള്ള ധൈര്യവും കാണിക്കില്ല. ഇന്ന് ഇന്ത്യ ഒരു ആഗോള ശക്തിയായി മാറിയപ്പോഴാണ് ലോകരാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ധൈര്യത്തോടെ സഹകരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നേരത്തെ ഇങ്ങനെ ഒരു ആഗോള ഉച്ചകോടി ഇന്ത്യയിൽ വെച്ചാൽ എത്ര രാജ്യങ്ങളുടെ പ്രതിനിധികൾ വരും? ഫ്രഞ്ച് പ്രസിഡന്റ് വരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? യൂറോപ്പിൽ നിന്ന് ഇത്രയും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും വരുമോ? ഒരു സാധ്യതയുമില്ല. ഇവിടെ മേജർ ശക്തികളായിട്ടുള്ള അമേരിക്കയും ചൈനയും പ്രധാനമായിട്ടും ഇതിലില്ല. എന്നിട്ടും AI ഉച്ചകോടി നമ്മൾ ഗംഭീരമായിട്ട് നടത്തിയെന്ന് മാത്രമല്ല, ഗ്ലോബൽ സൗത്തിനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് തുടക്കമിട്ടു. നമ്മൾ ഒരിക്കലും ക്ലെയിം ചെയ്തിട്ടില്ല നമ്മൾ അമേരിക്കയുടെ അത്ര അങ്ങ് വളർന്നു എന്നോ ചൈനയുടെ അത്ര വളർന്നു എന്നോ. ഇന്ത്യക്ക് അങ്ങനെ ഒരു ക്ലെയിമും എവിടെയില്ല. നമ്മൾ ഒരു വികസ്വര രാഷ്ട്രമാണ്. വികസിത രാഷ്ട്രങ്ങൾക്കൊപ്പം എല്ലാ മേഖലയിലും എത്താൻ പരിശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ എല്ലാ മേഖലയിലും പെർഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ഥിതിയിൽ ഒരു 10-20 വർഷം തുടർച്ചയായിട്ട് നമ്മുടെ എക്കണോമിക് ഗ്രോത്തിലും ഈ പറയുന്ന ടെക്നോളജി രംഗത്ത് പുരോഗതിയിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അടുത്ത ഒരു 10-20 വർഷം കൊണ്ട് ഇന്നത്തെ ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒപ്പമോ അതിന് മുകളിലോ എത്താനുള്ള പൊട്ടൻഷ്യൽ ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്തെ പൗരന്മാർക്ക് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിൽ ഒരു സംശയമില്ല. ഇന്ത്യക്കാരാണോ അല്ലെങ്കിൽ സായിപ്പാണോ അല്ലെങ്കിൽ അമേരിക്കക്കാരനാണോ യൂറോപ്യനാണോ എന്ന് സംശയമുള്ള ആളുകളാണ് വന്നിരുന്നിട്ട് ഇന്ത്യയെ തരം കിട്ടുമ്പോഴൊക്കെ താറടിച്ച് കാണിക്കുന്നത്. ഇതിനെതിരെ സംസാരിക്കുക തന്നെ വേണം. കാരണം നമ്മുടെ രാജ്യത്തെ താറടിച്ച് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ, അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെതിരെ ശബ്ദമുയർത്തും. ലോകത്ത് ഇന്നേ വരെ ഒരു രാജ്യത്തിനും ചന്ദ്രന്റെ സൗത്ത് പോളിന് സമീപത്ത് ലാൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇന്ത്യ ചെയ്തില്ലേ? ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹത്തിൽ ഇന്ത്യൻ പേടകം ഇറങ്ങിയില്ലേ? എത്ര ലോകശക്തികൾക്ക് കഴിഞ്ഞു? എത്ര വലിയ സൂപ്പർ പവേഴ്സിന് കഴിഞ്ഞു? ഇപ്പോൾ ആകെ വിരലിലുണ്ടാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമാണ് ചന്ദ്രനിൽ ഇറങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ സൗത്ത് പോളിൽ എന്തുകൊണ്ട് ചൈനയും അമേരിക്ക ഇറങ്ങിയില്ല? വലിയ ലോകശക്തികളാണല്ലോ അമേരിക്കയും ചൈനയും. എന്നാൽ അവർക്കില്ലാത്തൊരു നേട്ടം ഇന്ത്യക്കുണ്ട്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ചൊവ്വ ദൗത്യം വിജയിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ദരിദ്ര രാഷ്ട്രമാണ്, ശരിയാണ്, നമുക്ക് കുറച്ച് ദാരിദ്ര്യമൊക്കെ ഉണ്ട്. നമ്മൾ അമേരിക്കയുടെയും ചൈനയുടെയും അത്ര വൃത്തിയില്ല, വികസിതമല്ല, ശരിയെന്നേ സമ്മതിച്ചു. പക്ഷേ ഈ രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പലതും നമ്മുടെ ഇന്ത്യക്കും കഴിയുന്നുണ്ട്. നമുക്ക് ചൈനയിലുള്ളതുപോലെ അങ്ങ് വലിയ നഗരങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇവിടെയും പലതും ചൈനയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇന്ന് നേരത്തെ ഇട്ട വീഡിയോയിലും പറഞ്ഞു, നമ്മുടെ രാജ്യം
നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ടാണ് വളരുന്നത്. നമ്മൾ ചൈനയെ കോപ്പി അടിച്ചല്ല വളരുന്നത്, നമുക്കൊരു ഗോഡ് ഫാദർ ഇല്ല. നമ്മൾ അമേരിക്കയെ കോപ്പി അടിച്ചല്ല വളരുന്നത്, നമ്മൾ തനി വഴിയാണ് വെട്ടി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ചൈനയ്ക്ക് ഒരു ഗോഡ് ഫാദർ ഉണ്ടായിരുന്നു, ആരും ഇപ്പോഴത് പറയില്ല. ചൈനയും അമേരിക്കയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്ത് വളർന്ന രണ്ട് ശക്തികളാണ്. അമേരിക്കയുടെ ടെക്നോളജിയും അമേരിക്കയുടെ പൈസയും ചൈനയുടെ മാൻ പവറും സ്കിൽഡ് ലേബേഴ്സിനെ യൂസ് ചെയ്തിട്ടാണ് ചൈനയും ഇന്നത്തെ ഈ ലെവലിലേക്ക് വളർന്നത്, അമേരിക്കയും ഇന്നത്തെ ഈ ഒരു എക്കണോമിക് പവറായിട്ട് വളർന്നത്. ഒരു കാലത്ത് ജപ്പാനും അമേരിക്കയും തമ്മിൽ GDP കാര്യത്തിൽ ഒരു നിസാര വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമേരിക്ക ഇന്ന് 30 ട്രില്യണിലേക്ക് എത്തിയതും ചൈന ഇന്ന് 20 ട്രില്യണിലേക്ക് എത്തിയതും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ്. ചൈനയെ ലോകത്തിന്റെ മാനുഫാക്ചറിങ് പവറാക്കി മാറ്റിയതിൽ അമേരിക്കയുടെ പങ്കൊക്കെ വളരെ വലുതാണ്. സോ അവര് ചേട്ടൻ ബാവയും അനിയൻ ബാവയായിട്ട് കളിക്കട്ടെ. നമ്മൾ ഇന്ത്യ അമേരിക്കയെ കോപ്പി അടിച്ചിട്ടില്ല, ചൈനയും കോപ്പി അടിച്ചിട്ടില്ല. നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട്. നമ്മുടെ ചരിത്രവും നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സാഹചര്യങ്ങളോട് ഇണങ്ങുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച. അത് ചിലപ്പോൾ ചൈനീസ് മോഡൽ ആയിരിക്കില്ല. ചൈനീസ് മോഡൽ വേണം എന്നുള്ളവർ അങ്ങോട്ട് വയ്ക്കോ, അമേരിക്കൻ മോഡൽ കണ്ട് മതിഭ്രമം വന്നവർ അങ്ങോട്ടും വയ്ക്കോ. അമേരിക്കയിലും പോവാം, നിങ്ങൾക്ക് ചൈനയിൽ പോവാം, നിങ്ങൾക്ക് യൂറോപ്പിൽ പോവാം, എവിടെ വേണേലും പോവാം. ഇന്ത്യക്കാരനാണ്, എനിക്കിതൊക്കെ മതി, ഞാൻ ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, എൻ്റെ രാജ്യത്തിൻ്റെ ഉള്ള പുരോഗതിയിലൊക്കെ ഞാൻ തൃപ്തനാണെന്ന് കരുതുന്നവർ ഈ രാജ്യത്ത് ജീവിച്ചോളും. ഈ ലോകത്ത് എവിടെയും ആർക്കും പോവാം. നിങ്ങൾക്ക് ചൈന അങ്ങ് ഭയങ്കരമായിട്ട് അസ്ഥിക്ക് പിടിച്ചെങ്കിൽ അങ്ങോട്ട് പോകും. ഇതിപ്പോൾ പലരും പറയുന്ന കേട്ടാൽ തോന്നും 2014 മുമ്പ് ഇന്ത്യ ചൈനയെ പോലെ ആയിരുന്നു, ഇപ്പോൾ ഇന്ത്യ കുറച്ചങ്ങ് പുറകിലായി പോയെന്ന് പറയുന്ന പോലെയാണ് പലരുടെയും തള്ളുകൾ സോഷ്യൽ മീഡിയക്കകത്ത്. പിന്നെ ചിലരൊക്കെ വന്നിരുന്ന് ഇന്ത്യക്ക് AI മോഡൽ എന്താണെന്നറിയില്ല, AI തന്നെ എന്താണെന്നറിയില്ല. അതായത് ഈ രാജ്യത്തെ എക്സ്പേർട്സിനെക്കാളും വിദ്യാഭ്യാസമുള്ള ആളുകളെക്കാളും ഉന്നത പദവികളിലേക്ക് പഠിച്ച് കഴിവുകൊണ്ട് മാത്രം എത്തിയ മനുഷ്യരെക്കാളും ഒക്കെ വലിയ ബുദ്ധിജീവി കളിക്കുന്ന കുറെ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പൊ ഇന്ത്യയിലെ തന്നെ എക്സ്പേർട്സിന്റെ കാര്യം എടുക്കും. പ്രധാനമന്ത്രി പലരും പറയുന്ന അനുസരിച്ച് വിദ്യാഭ്യാസം ഇല്ല, ചായയടിക്കാരനാണല്ലോ, മാറ്റിവെക്ക്. പ്രധാനമന്ത്രി ഇവിടെ നിൽക്കട്ടെ, അതുകൊണ്ട് മൂപ്പര കാര്യം പറയണ്ട. അശ്വനി വൈഷ്ണവ് ഒരു IAS ഓഫീസറാണ്, കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായ മനുഷ്യനാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. അതുപോലെ നമ്മുടെ പല കേന്ദ്രമന്ത്രിമാരും ഒന്നുകിൽ റിട്ടയർഡ് ആയിട്ടുള്ള IAS ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരോ ഒക്കെയാണ്. അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരായിട്ടിരിക്കുന്ന ആൾക്കാർ, അതൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. അവർക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, രാജ്യത്തിന് എന്താ വേണ്ടതെന്ന് അവർക്കറിയാം. ഇവിടെ കുറെ ആളുകൾ വന്നിരുന്ന് നമ്മുടെ രാജ്യത്തെ കഴിവും ബോധവും വിവരവും ബുദ്ധിയുള്ള മനുഷ്യന്മാരൊക്കെ ഒന്നും അറിയില്ല, ഞാൻ പറയുന്നതാണ് ശരിയെന്നൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് തള്ളുന്നുണ്ട്. നമ്മുടെ AI സബ്മിറ്റ് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് നടത്താൻ കഴിയുന്ന ഒരു ചെറിയ കാര്യമാണോ? ഇതുപോലൊരു സബ്മിറ്റ് നമ്മുടെ രാജ്യത്ത് ഇതിനു മുന്നേ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം ടെക്നോളജി പരമായിട്ട് എന്തെല്ലാം ഉയർച്ച പല കാലങ്ങളിലും ലോകത്തുണ്ടായിട്ടുണ്ട്, പല ഉച്ചകോടികൾ നടന്നിട്ടുണ്ട്. ഇപ്പൊ G20 ആണെങ്കിൽ നമ്മുടെ ടേൺ വന്നു, നമ്മളത് ഏറ്റെടുത്തു ചെയ്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, സമ്മതിച്ചു. AI സബ്മിറ്റിന് മുന്നേ എത്രയോ ഉച്ചകോടികൾ ലോകത്തുണ്ട്. UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഉച്ചകോടികൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു ഇവിടുത്തെ പരിപാടി. 10 കൊല്ലം അവർ ഭരിച്ചല്ലോ. അപ്പോൾ നല്ലതിനെ നല്ലതെന്ന് അംഗീകരിക്കാനുള്ള മനസ്സില്ല. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയുടെ ഡിജിറ്റൽ ഇന്ത്യ പോഴ്ത്തുന്നത് പോയൊന്ന് കേൾക്കണം. ശരിക്കും ഇന്ത്യയിൽ ഇന്ന് സാധാരണ ഒരു മാർക്കറ്റിൽ പോയാൽ പോലും ഇന്ന് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാം. ഈ സിസ്റ്റത്തിലോട്ട് രാജ്യം എന്നാണെന്നേ മാറിയത്. നരേന്ദ്രമോദി വരുന്നതിന് മുന്നേ ഇതൊക്കെ ഉണ്ടായിരുന്നോ? നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് പോലും ഈ രാജ്യത്തില്ല. മോദി വന്നതിന് ശേഷം ആദ്യം നടത്തിയ പ്രോഗ്രാമുകളിൽ ഒന്നാണ് എല്ലാവരും നിർബന്ധമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ കിടന്ന ഒരു രാജ്യത്തെ ഇന്നത്തെ ഈ ലെവലിലേക്ക് എത്തിച്ച നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള വിരോധം കൊണ്ട് ഇന്ത്യയുടെ നല്ല വശങ്ങൾ പോലും പറയുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കുക, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ആ മനുഷ്യൻ ഇത് എന്തെങ്കിലും അറിയുന്നുണ്ടോ? മൂപ്പർ എന്തെങ്കിലും ഒരു പ്രശംസ പറഞ്ഞുകൊണ്ട് ഒരു ട്വീറ്റ് ചെയ്യുന്നുണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ടാൽ അതിനെ അങ്ങ് പർവ്വതീകരിക്കും. ഈ നമ്മുടെ ഇന്നിപ്പോൾ മനോരമയിലൊക്കെ ഞാൻ കണ്ടു, കേരളത്തിൽ നിന്ന് പോലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട് AI സബ്മിറ്റിൽ. ഇവിടെ നിന്നുള്ള പിള്ളേർ പോലും പോയിട്ട് AI മോഡലുകൾ ഉണ്ടാക്കി അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മെയ്ഡ്, മറ്റിടത്തു നിന്ന് ഇറക്കുമതി ചെയ്തതല്ല, ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതല്ല, ഇന്ത്യൻ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതുപോലെ ഒരുപാടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ സാധനങ്ങൾ. അതൊക്കെ ഫ്യൂച്ചറിൽ വലിയ വലിയ സ്ഥാപനങ്ങളായിട്ട് മാറട്ടെ. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ മെയ്ഡ് ഉണ്ട്, ഇതൊന്നും കാണിക്കില്ല. പകരം മെജോറിറ്റിയും കാണിക്കുന്ന എന്താണ്? ഏതോ ഒരു പ്രൊഫസറും ഒരു യൂണിവേഴ്സിറ്റിയും ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ട് തള്ളി മറിച്ച് വെച്ചൊരു സാധനത്തിനെ മാത്രം ഹൈലൈറ്റ് ചെയ്യും. അവിടെ എത്രയോ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, എത്രയോ പ്രോഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും പറയില്ല. ഇന്ത്യയുടെ ഓൺ പ്രോഡക്ട്സ്, സ്ക്രാച്ചിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത സാധനങ്ങൾ, അതിനെക്കുറിച്ച് ഒന്നും പറയാതെ നെഗറ്റീവ് മാത്രം പറയും. പക്ഷെ എല്ലാ നെഗറ്റീവുകളെയും അതിജീവിച്ചുകൊണ്ട് രാജ്യം ഇന്ന് അഭിമാനത്തോടെ തന്നെ തലയുയർത്തി നിൽക്കുകയാണ്. ഗംഭീരമായിട്ട് AI സബ്മിറ്റ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞു. അതൊരു വലിയ വിജയമാണ്. ലോകത്തെ മുൻനിര കമ്പനികളുടെ CEOമാരെല്ലാം ഇപ്പൊ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്.
ഇന്ത്യൻ കമ്പനികൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ AI രംഗത്ത് പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുകയാണ്. ഗവൺമെന്റിന്റെ പൂർണ്ണ സപ്പോർട്ടുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ ഇതിലേക്ക് പങ്കെടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. ശ്രീലങ്കയും ഭൂട്ടാനെയും ഉൾപ്പെടെ. അതുപോലെ തന്നെ ബ്രസീലിനെ നമുക്ക് കൂടെ നിർത്താൻ കഴിഞ്ഞു. ഫ്രാൻസിനെയും യൂറോപ്യൻ രാജ്യങ്ങളെയും കൂടെ നിർത്താൻ കഴിഞ്ഞു. സെൻട്രൽ ഏഷ്യയിൽ നിന്ന് കസാക്കിസ്ഥാനെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇതൊക്കെ ഒരു വലിയ വിജയമാണ്. സോ ഇത് ഒരു വലിയ കുതിച്ചുചാട്ടത്തിന്റെ തുടക്കമാണ്. തീർച്ചയായിട്ടും ഇന്ന് കളിയാക്കുന്നവർ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു. കാരണം ഈ രാജ്യത്തിലും ഈ രാജ്യത്തെ കഴിവുള്ള യുവാക്കളിലും ജനങ്ങളിലും ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ എനിക്ക് ആത്മവിശ്വാസവും ഉത്തമമായ ബോധ്യവുമുണ്ട്. ഈ രാജ്യത്തെ അതിശക്തമായൊരു സാമ്പത്തിക ശക്തിയായിട്ടും അതുപോലെ ഒരു ടെക്നോളജി പവറായിട്ടും മാറ്റാനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഈ രാജ്യത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് അടുത്തൊരു 10-15 വർഷം കൊണ്ട് ഇന്ത്യ വേറെ ലെവലായി വളരുമെന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ ഇന്ത്യക്കാരാണോ എന്ന് ഉറപ്പില്ലാത്ത സംശയമുള്ള പലർക്കും ആ ബോധ്യം ഉണ്ടാകണമെന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.